കാടിന്റെ ഉള്ളിലെ ആ വലിയ തുരങ്കം വിക്രമനും കൂടെയുള്ള പട്ടാളക്കാരും തുറക്കുന്നു. അവരെ വരവേറ്റത് രക്തദാഹികളായ ഒരു കൂട്ടം സോംബി പട്ടാളമായിരുന്നു. 150 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കലാപത്തിൽ 500ഓളം പട്ടാളക്കാരെയും ഒരു ബ്രിട്ടീഷ് കേണലിനെയും കലാപകാരികൾ ഈ തുരങ്കത്തിന്റെ ഉള്ളിൽ കൊന്നു കുഴിച്ചു മൂടിയിരുന്നു. 150 വർഷമായി അടഞ്ഞുകിടക്കുന്ന ഈ തുരങ്കം ഹൈവേ നിർമ്മിക്കുന്നതിനു വേണ്ടി തുറക്കേണ്ടി വരുന്നു. ഈ തുരങ്കം ശാപം പിടിച്ചതാണെന്നും ഇവിടെ മരിച്ചവരുടെ ആത്മാവ് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നുണ്ടെന്നുമാണ് ഗ്രാമവാസികളുടെ വിശ്വാസം. അതുകൊണ്ട് അവർ അത് തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഗ്രാമവാസികളെ ഒഴിവാക്കി വിക്രമും പട്ടാളക്കാരും കൂടെ ചേർന്ന് ആ തുരങ്കം തുറക്കുന്നു. ആ തുരങ്കത്തിലേക്ക് കയറിയ വിക്രമും കൂട്ടരും കണ്ടത് 160 വർഷമായി മനുഷ്യമാംസം ആർത്തിയോടെ തിന്നാൻ കാത്തിരുന്ന സോംബി പട്ടാളത്തെയാണ്. വിക്രമിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചു പട്ടാളക്കാർക്ക് സോംബികളുടെ കടിയേൽക്കുന്നുണ്ടെങ്കിലും അവർ ജീവനോടെ ആ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. തുരങ്കത്തിന്റെ പുറത്തെത്തിയതിനു ശേഷവും സോംബികൾ അവരെ പിന്തുടർന്നു. അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയിരുന്നു. സോംബികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബാരക്കിലേക്ക് അവർ ഓടി. ബാരക്കിന്റെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്ന പുനിയയും അവളുടെ അച്ഛനും പട്ടാളക്കാർക്ക് വേണ്ടി വാതിൽ തുറക്കാൻ തയ്യാറായില്ല. കാരണം അവർ കാരണമാണ് ഈ സോംബി പട്ടാളം വീണ്ടും പുനർജനിച്ചത്. ഈ പട്ടാളക്കാരുടെ കൂടെ സൂര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആയ അജിത്തും അയാളുടെ ഭാര്യയും മകളും കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പകച്ചു നിൽക്കുകയാണ്. സോംബി പട്ടാളമാകട്ടെ അവരുടെ പിന്നാലെ ആ ബാരക്കിലേക്ക് അടുത്തുകൊണ്ടിരുന്നു.